ബാക്ക് ടു അസൻസ് ക്യൂട്ട് ബുക്ക്. അപ്പം ഇന്ന് നമ്മൾ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ ഇങ്ങോട്ട് കൊറിയർ ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് ഓഫീസിൽ എവിടെയോ അത് സ്റ്റക്കായിപ്പോയി. ആ സമയം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ഫിനിക്സ് മാളിലും കൂടെ കയറി ഒരു ഔട്ടിംഗ് ഡേ ഇൻ മൈ ലൈഫ് ആക്കാൻ വേണ്ടി വിചാരിച്ചു. നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. എനിക്ക് എൻ്റെ പാസ്പോർട്ടും കിട്ടി. കണ്ടോ, എനിക്ക് എൻ്റെ പാസ്പോർട്ട് ഇങ്ങോട്ട് കൊറിയർ ആകാതിരുന്നായിരുന്നു. എൻ്റെ അപ്പാർട്ട്മെൻറ്റ് നെയിം അവർ എഴുതിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നു. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ. VR മാളും ഫിനിക്സ് മാളും അടുത്തടുത്തായിട്ടാണ് കിടക്കുന്നത്. അപ്പം ഞങ്ങൾ ഫിനിക്സ് മാളിൽ പലവട്ടം പോയിട്ടുള്ളതാണ്, അതുകൊണ്ട് വിചാരിച്ച് VR മാളിലേക്ക് വന്നേക്കാന്ന്. ഇതാണ് VR മാളിൻ്റെ എൻട്രൻസ്. ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ആളൊരു ബെഞ്ചിൽ ഇരിക്കുന്നതായിട്ടൊക്കെ ഉണ്ട്. ഇത് ഹായ്, ഐ ആം റൊണാൾഡ് മാക്ഡൊണാൾഡ്. സോ ഇതിൻ്റെ എൻട്രൻസ് കണ്ടത് ഇങ്ങനെയാണ്. ഫുൾ മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് എന്തോ ഒരു കഫേയാണ്. ഇതൊരു കഫേയാണ്, ചെറിയ കഫേ. ഹലോ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതെന്താ അമ്മ ഇവിടെ എന്താ എഴുതിയിട്ടുണ്ട്? നേച്ചറിന്റെ പ്രൊട്ടക്ഷൻ. അമ്മ ഒരു മദർഹുഡില് ഒരു കുഞ്ഞിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നോക്കാതെ ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യും. അത് എങ്ങനെ വേണേലും. അതാണ് അതിന്റെ മീനിങ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ, പെയിന്റ്, അയൺ ഫാബ്രിക്കേഷൻ. അത് പേപ്പർ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇവിടെ ഒരു ഹാറ്റ്, ഫുൾ ഓഫ് കറങ്ങുന്ന ഫാനുമായിട്ടുള്ളൊരു ഹാറ്റാണിത്. പിന്നെ ഇവിടെ കുറേ ഇരിക്കാനുള്ള സ്ഥലവും ഇടകളുമാണ്. ഇവിടെ ഒരു കാറ് കണ്ടോ, ഇതൊരു സിംബോളിക് കാറാണ്. വർഗ്ഗക്കാരുടെ ഒരു ഇതാണ്, പെയിന്റിംഗ് ഒക്കെ ആയിട്ട്. നല്ല രസമല്ലേ ഈ കാറ് കാണാൻ? ഭയങ്കര യൂണീക്കായിട്ടിരിക്കുന്നു ഈ കാറ്. പിന്നെ അതിൻ്റെ എൻട്രൻസിൽ തന്നെ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. അതായത് ഒരു മനുഷ്യൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇതെന്താ, ഒരു ചെറിയൊരു വയസ്സായൊരു അമ്മ. പട്ടിക്കുഞ്ഞ് കാണാൻ നല്ല രസമില്ല. ആക്ച്വലി കർണാടകേൻ്റെ ചിത്രകലാ പ്രദർശനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കുറേ ആർട്സ് കാണാൻ പറ്റുന്നത്. ഉണ്ടോ അങ്ങനെ. ഇത് ബാമ്പും ത്രെഡും ചിയാ സീഡും ക്ലോത്തും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നല്ല രസമായിട്ടാണ് ഇതൊക്കെ ചെയ്തേക്കുന്നത്. ഇപ്പം അങ്ങോട്ട് നടക്കുമ്പോൾ കണ്ടോ, ഇതിൻ്റെ നടുക്കായിട്ട് ഒരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടേക്കുവാണ്. കുറേ ആൻറ്റിക് പോലത്തെ സാധനങ്ങൾ. ടോപ്പിൽ എൻട്രി ചെയ്തു കുറച്ച് കാര്യങ്ങൾ നോക്കാൻ വേണ്ടി. നല്ല രസമില്ല ഇവിടുത്തെ കളക്ഷൻസ്. വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ. ഷോളും ഉണ്ട് ഇവിടെ. പിന്നെ ഈ VR മാളിൽ ഒരു ലൈബ്രറിയും കൂടെ ഉണ്ട്. എനിക്ക് അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ ബുക്സിൻ്റെ വിലയൊക്കെ കൂടുതലാണെങ്കിലും അവർ നമുക്കൊരു ബുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ സമയം തരും. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇവിടെ ഭയങ്കര സൈലൻറ്റും ആണ്. അതിൻ്റെ കൂടെ ഈ ബുക്കും വായിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടും. ഞങ്ങൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ VR മാളിൻ്റെ ആർട്ട് ഗാലറിയിലേക്ക് പോകണം. കണ്ടോ,
ഇതൊരു ചെറിയ ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതിൻ്റെ നടുക്കായിട്ടോ ഒന്നുമില്ല. നമ്മൾ ആർട്ട് ഗാലറിയിലേക്ക് കയറാൻ പോവാണ്. സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. ഇതൊരു മനുഷ്യൻ യോഗ ചെയ്യുന്നതല്ല, യോഗ പോലത്തല്ല, ജിംനാസ്റ്റിക്സ് ചെയ്യുന്നത്. ഇത് ഒരു ബാസ്കറ്റാണ്. ഇനി നമ്മളാണ് ആർട്ടിലേക്ക് വരാൻ പോകുന്നത്. ഇതെന്താണ്? ഇത് പ്ലേറ്റ് അല്ല, സ്റ്റോൺ ആർട്ടാണ്. ഒരു ഫോക്സ് അല്ല ഇത്, നല്ല ക്യൂട്ട് ഫോട്ടോ. ഇത് കട്ടക്കല്ലിന്റെ ഫോക്സ്. അവസാനം വരുന്നത് ഒരു സൺഫ്ലവറിന്റെ ഒരു ഫോട്ടോ ആണ്. അപ്പം ഇതാണ് ഒരു ഹോൾ വ്യൂ ഓഫ് ദ ആർട്ട് ഗാലറി. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഓരോ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആർട്ട് ഗാലറിയിൽ നിന്ന് വിടുവാണ്. ഇനി നമ്മൾ ഹെഡ് ചെയ്യാൻ പോകുന്നത് ലൈബ്രറിയിലേക്കാണ്. അത് കഴിഞ്ഞ് ഫുഡ് കോർട്ട്. നമ്മുടെ ലൈബ്രറി അതാണ്. ക്രോസ്വേഡ് ആണ് ഈ ലൈബ്രറീൻ്റെ പേര്. നമ്മളവിടെ കയറാൻ പോവാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും നല്ല കൊയറ്റാണ്. അമ്മ ഇതൊന്ന് വലിക്ക്. ഇത് ഭയങ്കര കൺവീനിയൻ്റ് ഒരു ബോട്ടിലാണ്. ഇങ്ങനെയാണ്. ഇവിടെ ലൈബ്രറി മാത്രമല്ല, കുറേ സ്റ്റേഷനറിയും കൂടെ പ്രൊവൈഡഡ് ആണ്. ഇവിടെ ടോയ്സ് ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു മിറർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫിനിക്സ് മാർക്കറ്റ് സിറ്റി കാണാൻ പറ്റും. അത് മാത്രമല്ല, അവരുടെ മുന്നിൽ ചെയ്തേക്കുന്ന ആ ഒരു ഡിസൈനും കൂടെ കാണാൻ പറ്റും. ഉണ്ടോ? ഒരു ചെറിയ പാർക്ക് പോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടേക്കുന്നത്. ഇത് VR മാളിലെ ലൈബ്രറി. അവിടെ നിന്നാണ് നമുക്ക് ഈ വ്യൂ ഒക്കെ കാണാൻ പറ്റുന്നത്. അത് മാത്രമല്ല, മെട്രോ പോകുന്നുണ്ടോ ഗൈസ്? ബുക്സൊക്കെ കോസ്റ്റ്ലി ആണ്, പക്ഷെ നമുക്ക് ഒരു ബുക്ക് കുറേ നേരം ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം അവർ നമുക്ക് തരും. അപ്പം ഇവിടെ നിന്നൊന്ന് ഞാൻ ചൂസ് ചെയ്തത് ഏതാണെന്ന് പറയട്ടെ. കുറച്ച് നേരം സ്റ്റോറി ഓഫ് മൈ ലൈഫ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് ഞാൻ ലാസ്റ്റ് ടൈം നോക്കി വെച്ചിരുന്ന ഒരു ഇത്. കുറച്ച് നേരം ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യും. മമ്മി ഏതാ എടുത്തേക്കുന്നത്? കുക്കിംഗാ? ഞാൻ എടുത്തേക്കുന്ന ബുക്ക് കണ്ടോ? ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ബൈ ഹെലൻ കെല്ലർ. എനിക്ക് ഹെലൻ കെല്ലറിൻ്റെ സ്റ്റോറി ഭയങ്കര ഇഷ്ടമാണ്. ദ ട്രീ ഓഫ് പാരഡൈസ്.
ഇത് ഹെലൻ കെല്ലന്റെ അവളുടെ ടീച്ചറുമാണ് ഈ കാണിക്കുന്നത്. എത്ര വരും ഇതിന്റെ പ്രൈസ്? 295. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 295 ആണ്. ഇവിടെ ഒരു ചെറിയ സമ്മറി പോലെ ഉണ്ട് ആ സ്റ്റോറിൻ്റെ. ഇനി നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് കിടക്കാൻ പോവാണ്. അപ്പം ലൈബ്രറി ഉള്ള സ്ഥലത്തായിട്ട് തന്നെയാണ് നമ്മളുടെ ഫുഡ് കോർട്ടും വരുന്നത്. നമ്മൾ നമ്മുടെ സീറ്റ് കണ്ടുപിടിച്ചു. നമ്മൾക്ക് നമ്മുടെ ഓർഡർ നമ്പറും കൂടെ കിട്ടി. ഇനിയും സാധനം വരണം. അപ്പം നമ്മൾ ആ സമയം വരെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഞങ്ങൾ KFC നിന്ന് 2 സിംഗിൾ ചിക്കൻ റോൾ ഓർഡർ ചെയ്തായിരുന്നു. അപ്പം അത് എനിക്ക് തോന്നുന്നു ഏകദേശം 24 മിനിറ്റ് എടുത്തതാണ് വരാൻ വേണ്ടി. അപ്പോഴത്തേക്കും ഞങ്ങൾ 7 മിനിറ്റ് പൊളിച്ചെടുത്തിട്ട് അവർക്കൊരു ന്യൂസ് തന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്ത് ഞങ്ങളൊരു ചോക്കോ ലാവ കേക്ക് ഫ്രൈ ഇട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ? നമ്മൾ നേരത്തെ കണ്ട സ്ലീപ്പിംഗ് സ്റ്റാച്ചു. നമ്മൾ VR മാളിനോട് ബൈ ബൈ പറഞ്ഞു പോവാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു ബസ്. ഇതെന്താ ചെടി അമ്മ? ഇമിലി പോലെ ഇരിക്കുന്നു. സ്ട്രക്ചർ ഒക്കെ കണ്ടിട്ട് കപ്പ തൂക്കി ഇട്ടേക്കുന്ന മരം. ഹായ്, നന്നായിട്ട് പുൽമത്തൊക്കെ വിരിച്ച് നല്ല രസമാക്കി ഇട്ടേക്കുന്നു അല്ലേ അമ്മ? ഒരു ഫെയർ പോലെ പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ ഫുഡും അവർ കൊടുക്കും. നടുക്കായിട്ടാണ് അവർ ഫുഡ് കൊടുക്കുന്നത്. VR മാൾ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.